Hello dear friends, welcome to the Autovlog channel. ഇന്നത്തെ വീഡിയോയിൽ കിയ സൈറോസ് എന്ന വാഹനം EV വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ വിശേഷങ്ങളാണ് പറയുന്നത്. ആദ്യം നമുക്ക് കിയ സൈറോസ് എന്ന വാഹനത്തിന്റെ പെട്രോൾ വാഹനത്തിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങാം. പെട്രോൾ ഈ വാഹനത്തിന് ഒരു ബേസ് മോഡൽ, നമ്മൾ ബേസ് മാനുവൽ മോഡൽ ഏകദേശം ഒരു 10 ലക്ഷം, അറൗണ്ട് 10,20,000 അല്ലെങ്കിൽ ഒരു 9,80,000 ആ ഒരു റേഞ്ചിൽ ഇതിന് ഓഫറൊക്കെ കൂടി നമുക്ക് കിയ സൈറോസിന്റെ പെട്രോൾ വാഹനം കിട്ടും. ഇനി ഇതിന്റെ EV വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൺ റോഡ് പ്രൈസ് ഒരു 14,20,000 രൂപയാണ് ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പൊ ഇതിന്റെ ബാറ്ററി എത്ര കിലോ വാട്ട്സ് ഉണ്ട്, അതുപോലെ റേഞ്ച് എത്ര കിട്ടും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. പൊതുവെ ഈ കിയയുടെ ഈ വാഹനത്തിന് സെയിൽസ് വളരെ കുറവാണ്. കമ്പനി വളരെ ആഗ്രഹിച്ചിറക്കിയ ഒരു മോഡലാണ്. ഒരു ബോക്സി ഡിസൈൻ ഒക്കെ കൊണ്ടായിരിക്കും ആളുകൾ അത്ര ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും നമുക്ക് ഞാൻ പറഞ്ഞു ഇതിന്റെ ഒരു ബേസ് മോഡൽ ഒരു 14,20,000 രൂപയ്ക്ക് കിട്ടും. അപ്പൊ ഈ ഒരു ബേസ് മോഡൽ എത്ര കിലോ വാട്ട്സ് എന്ന് ചോദിച്ചാൽ 42 കിലോ വാട്ട്സ് ബാറ്ററിയാണ്. കമ്പനി ഇതിന് 443 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ടെങ്കിലും റിയൽ ലൈഫിൽ എങ്ങനെയായാലും ഒരു 390-400 കിലോമീറ്റർ റേഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളൊരു ലോങ് ഒക്കെ ഒക്കേഷനിൽ ലോങ് പോവുകയാണ്, ഹൈവേയിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിലും ഒരു 200 കിലോമീറ്റർ ഓടിച്ച് നിങ്ങളൊരു സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു സിറോസ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പ്രധാന എതിരാളികൾ കർവ് EV, അതുപോലെ മഹേന്ദ്ര 3XO, വിൻസർ EV തുടങ്ങിയവയാണ്. പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളൊക്കെ കുറച്ചും കൂടെ കൂടിയ പ്രൈസാണ് കർവ് അതുപോലെ തന്നെ വിൻസറൊക്കെ നിൽക്കുന്നത്. കർവിന് ഏകദേശം ഒരു 18 ലക്ഷം വരുന്നുണ്ട്. 15.5 ലക്ഷം നമ്മുടെ വിൻസർ EV ബേസ് മോഡലിൽ വരുന്നുണ്ട്. അതുപോലെ 3XO ഒരു 15 ലക്ഷം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ലൊരു വാഹനം തന്നെയാണ് ഈ സിറോസ് എന്നുള്ളത്. കർവും അതുപോലെ വിൻസറൊക്കെ ഇച്ചിരി വലിയ വാഹനമാണ്. അപ്പൊ അതിനനുസരിച്ച് കുറച്ചും കൂടെ വില കൂടുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഇനി നമ്മളത് ഇതിന്റെ വേറൊരു 51.4 കിലോ വാട്ട്സ് ബാറ്ററിയിലുള്ള വാഹനമാണ് എടുക്കുന്നതെങ്കിൽ ഇതിന് 526 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നു. അപ്പോൾ നമുക്കൊരു റിയൽ ലൈഫിലാണെങ്കിൽ 480 കിലോമീറ്റർ വരെ ഇതിന് റേഞ്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഹൈവേയിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വാട്ട്സിലുള്ള 52-51 വാട്ട്സിലുള്ള നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റേഞ്ച് ഏകദേശം പ്രൈസ് പോകുന്നത് ഒരു 14.5 ലക്ഷം തൊട്ട് 23 ലക്ഷം വരെ ആ ഒരു ഇടയിലാണ് ഈ ഒരു സൈറോസിന്റെ റേഞ്ച് പോകുന്നത്. അപ്പൊ ഈ ഒരു പ്രൈസിൽ തന്നെ ക്രെറ്റ സെഗ്മെന്റ് വാഹനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിന് വീണ്ടും സെയിൽ കുറയാൻ കാരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുവെയുള്ള ഒരു കണക്കുകൂട്ടല്. ലൈഫ് ടൈം ബാറ്ററി വാറന്റി ഉണ്ട് ഈ വാഹനത്തിന്, അത് വേറൊരു ഗുണം തന്നെയാണ്. അതുപോലെ തന്നെ 80% റീസെയിൽ വാല്യൂ ഈ ഒരു കിയ സൈറോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റീപ്ലേസ് ചെയ്യാം. ആ വാഹനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീസെയിൽ ചെയ്യാം. സെയിം വാഹനം വീണ്ടും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 80% ഈ വാഹനത്തിന്റെ വാല്യൂ നിങ്ങൾക്ക് കിയയുടെ സെയിം വാഹനം എടുത്താൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ചോദിച്ച് മേടിക്കുക ഈ വാഹനങ്ങളൊക്കെ. അപ്പൊ ഇൻട്രോഡക്ടറി ഓഫറാണ്. 80% റീസെയിൽ വാല്യൂ ആഫ്റ്റർ 3 ഇയർ, 3 വർഷം കഴിഞ്ഞാൽ അത് കിട്ടും. അതുപോലെ തന്നെ ബാസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ബാറ്ററി ആസ് എ സർവീസ് പ്രോഗ്രാം ആണ്. അപ്പൊ അത് 8 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ വാഹനം എടുക്കാം. പിന്നെ നിങ്ങൾ ഓരോ കിലോമീറ്റർ ഓടുന്നതനുസരിച്ച് ബാറ്ററി EMI 3.3 പെർ കിലോമീറ്റർ എന്നുള്ള രീതിയിൽ ബാറ്ററി നിങ്ങൾക്ക് EMI ആയിട്ട് എടുക്കാൻ സാധിക്കും. അതുപോലെ പവർഫുൾ പെർഫോമൻസ് ആണ്. 171 PS പവർ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതുപോലെ DC ഫാസ്റ്റ് ചാർജിങ് 10 തൊട്ട് 80%, 39 മിനിറ്റിനുള്ളിൽ ചാർജ് ആകും. 80% 39 മിനിറ്റിനുള്ളിൽ ചാർജ് ആകുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു ഇലക്ട്രിക് SUV ഡിസൈൻ വരുന്നുണ്ട്. പ്രീമിയം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അഡ്വാൻസ്ഡ് സേഫ്റ്റി വരുന്നുണ്ട്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ്, അതുപോലെ 6 എയർ ബാഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മൊത്തം നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു വാഹനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും, ഈ ഒരു ബാറ്ററി ലൈഫ് ടൈം വാറന്റി, അതുപോലെ ഈ ഒരു 3 ഇയർ കഴിഞ്ഞാലുള്ള ബൈബാക്ക്, ബാസ് പ്രോഗ്രാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ മേടിക്കുക. 526 കിലോമീറ്റർ വരെ ഇതിന് റിയൽ ലൈഫിൽ റേഞ്ച് കിട്ടും. 42 കിലോ വാട്ട്സ് ആണെങ്കിൽ 443 കിലോമീറ്റർ റേഞ്ച് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരു ബേസ് മോഡൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 14,20,000 രൂപയ്ക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അത്യാവശ്യം സേഫ്റ്റി ഉള്ള മോഡേൺ ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു വാഹനം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ
കൺസിഡർ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.